ഹലോ ഗായ്സ്, അപ്പം ഞാൻ ദശമി വിളക്കിന് പോവാം കേട്ടോ. നാളെയാണ് നമ്മുടെ തൃപ്രയാർ ഏകാദശി. ഈ പ്രാവശ്യം ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞതിന് ശേഷമാണ് തൃപ്രയാർ ഏകാദശി വരുന്നത്. അപ്പോൾ പോകുന്ന വഴി നമ്മുടെ കരിമ്പ് കൂട്ടന്മാരൊക്കെ കിടന്ന് നിന്ന് നോക്കണുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ ഒന്ന് വീഡിയോ എടുത്തു. കരിമ്പിന് ഒരുപാട് പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഏകാദശി തൃപ്രയാർ ഏകാദശി ആയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക എന്താ പറയുക ബസ് ഇപ്പോൾ തൃശ്ശൂർ തൃപ്രയാർ റൂട്ട്, അയ്യോ, തൃപ്രയാർ ഇരിഞ്ഞാലക്കുട റൂട്ടുകാരൊക്കെ കരിമ്പ് വെച്ചിട്ടായിരിക്കും, ബസ്സിലൊക്കെ കരിമ്പ് വെച്ചിട്ടായിരിക്കും പോവുക. അത് കാണാനും രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറേ പരിപാടികൾ കാണുന്നു. പരിപാടികൾ കുറച്ച് നേരം ആസ്വദിച്ചു. നല്ല അതിഗംഭീരമായ പരിപാടികളൊക്കെ ഉണ്ടാവും. എനിക്ക് ഈ പ്രാവശ്യം അങ്ങനെ അത്ര പരിപാടികളൊന്നും കാണാൻ വരാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും തൃപ്രയാർ ഏകാദശിയുടെ തലേദിവസം ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ എത്താറുണ്ട്. അപ്പം അതേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ മച്ചാൻ്റെ 2 ആനക്കുട്ടികൾ വരുന്നു. അപ്പം അങ്ങനെ നോക്കി ഇരിക്കണം. പിന്നെ ഇവിടെ ഈ കാണുന്നത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ആനച്ചമയത്തിൻ്റെ ഒരു സെക്ഷൻ. ഇതിൽ അത്യാവശ്യം കാണാൻ രസമായിട്ടാ ഗൈസ്. നിങ്ങളൊന്ന് വന്ന്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും വരണം. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്നതിനേക്കാൾ ഒരു രസമാണ് നിങ്ങൾ വന്ന് നിങ്ങളുടെ കണ്ണിക്കോടെ കാണുന്നത്. ഞാൻ ഒരു പരിപാടി ഇങ്ങനെ കേൾക്കുന്നതിനൊക്കെ കൂടുതൽ ഞാൻ പോയി കാണാനായിട്ടാണ് ശ്രമിക്കാറ്. അത്യാവശ്യം പൂരങ്ങളൊക്കെ ഞാൻ അങ്ങനെ പോയി കാണാറുണ്ട്. എനിക്കിഷ്ടപ്പെടുന്ന പരിപാടികൾക്ക് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പോവാറുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കലേ നമുക്ക് നമ്മുടെ ആനക്കുട്ടികളൊക്കെ നിരന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മുടെ തൃപ്രയാർ അമ്പലത്തിൻ്റെ മുമ്പിലാണ്. തൃപ്രയാർ തേവരെ പുറത്തേക്ക് വരുന്ന സമയമായിട്ടുണ്ട്. അപ്പം നമ്മുടെ തൃപ്രയാർ തന്ത്രിയാണിത്. തന്ത്രി കയറി നമ്മൾ ആനക്കുട്ടിയെ, ഇപ്പം ആനക്കുട്ടിയമ്മയ്ക്ക് കോലം വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 പ്രാവശ്യം ശീവേലി ചുറ്റും. അപ്പം അതിൻ്റെ മുന്നാണ് കേട്ടോ ഇത് നമ്മളെ ഞങ്ങൾ ഈ ഞാൻ കാട്ടുകാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് തൃപ്രയാർ ഈ ആറാട്ടുപുഴ പൂരത്തിൻ്റെയൊക്കെ സമയത്ത് തേവർ ഞങ്ങളെ കാണാൻ വരും. അപ്പം നമ്മൾ ശ്രീരാമസ്വാമിനേക്കാൾ കൂടുതൽ, അങ്ങനെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ തൃപ്രയാർ തേവരെന്നാണ് പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പാലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ തേവരെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ചങ്കുകളുണ്ട്, ഇവരൊക്കെ എൻ്റെ കൂട്ടുകാരാണ്. ഇവരെ കൂടെയാണ് പൂരത്തിന് വരാറ്. ഇവരൊക്കെ ഒരു പൂരപ്രേമികളാണ്, ആനപ്രേമികളാണ്. അതിലിവർ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ മേളം തുടങ്ങി. ഇനി നിങ്ങൾക്ക് മേളം കേൾക്കാം.
അപ്പോൾ ദേ പൂരം കഴിഞ്ഞാൽ ദേ വീട്ടിൽ പോകാൻ നിൽക്കാം കേട്ടോ. ഓൾറെഡി സമയം വൈകി, വേഗം തന്നെ വീട്ടിലേക്ക് എത്തണം. നാളെ ഏകാദശിയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം.